കാവേരി നദീജല തർക്കത്തിന് ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ സംഘടനകൾ ഓഗസ്റ്റ് 13-നാണ് ബന്ദ്. കർണാടകയിൽ എത്തുന്ന വിജയ്ക്കെതിരെയും പ്രതിഷേധം സംഘടിപ്പിക്കാൻ കന്നഡ സംഘടനകളുടെ തീരുമാനമുണ്ട്. പ്രതികരണമുണ്ട്, അതിലേക്ക് ശ്രീധരനാണ് ചേരുന്നത്. ശ്രീധരൻ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ വിഷയം, നദീജല വിഷയം, അതിൽ ഉത്തരവിന് ശേഷമുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് ബന്ദിന് ആഹ്വാനം ചെയ്യുന്നു. വിജയുടെ ചിത്രത്തിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഏതൊക്കെ സംഘടനകളാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്താനും വേണ്ടി ഇറങ്ങുന്നത്, ബന്ദ് പ്രഖ്യാപിക്കുന്നത്? പ്രതീക്ഷ, ബന്ദിനപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ചർച്ച, കൂടിക്കാഴ്ച ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടിക്കാഴ്ച ഉടനില്ല. ഈ സാഹചര്യം സംസ്ഥാനത്തെ സാഹചര്യം വളരെയധികം മോശമായതിനെ തുടർന്നാണ് ഈ കൂടിക്കാഴ്ച റദ്ദാക്കുന്നതെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു ചർച്ച നിശ്ചയിച്ചിരുന്നത്. തിങ്കളാഴ്ച വരേണ്ടതില്ല എന്ന് വിജയോട് ആവശ്യപ്പെടും എന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. നിലവിൽ ചർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം അല്ല. പലതവണ ഫോണിൽ മുഖ്യമന്ത്രി വിജയുമായി DK ശിവകുമാർ സംസാരിച്ചിരുന്നു. ഏതായാലും കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നുകൂടി DK ശിവകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കന്നഡ സംഘടനകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലപാട് കടുപ്പിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 13-ാം തീയതി ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 3-ാം തീയതിയായിരുന്നു വിജയ് വരേണ്ടിയിരുന്നത്. അന്ന് വിമാനത്താവളത്തിൽ ചെന്ന് വിജയെ ഘെരാവോ ചെയ്യുമെന്ന് കൂടി കന്നഡ സംഘടനകൾ, വാട്ടാൾ നാഗരാജ് ഉൾപ്പെടെയുള്ള കന്നഡ രക്ഷണ വേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഗംഭീരമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ ശ്രീധരൻ? അതായത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ എല്ലാ സംഘടനകളും കർണാടകയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് എതിരെ രംഗത്തിറങ്ങുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലുള്ള ചർച്ച ഒരു തെറ്റായ സന്ദേശം നൽകും. കാര്യങ്ങളൊന്ന് ഒതുങ്ങട്ടെ, സ്ഥിതിഗതികളൊന്ന് ശാന്തമാകട്ടെ എന്ന കാത്തിരിപ്പിലാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. അതായത് ഈ സാഹചര്യം വളരെയധികം മോശമാവുന്നു. പ്രത്യേകിച്ച് ഓൾഡ് മൈസൂർ മേഖലയിൽ, മണ്ഡിയിൽ, ശ്രീരംഗപട്ടണയിൽ, മൈസൂരിൽ, ഇവിടെ എല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ബംഗളൂരു നഗരത്തിൽ കന്നഡ ഭാഷാ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള വികാരം ഇളക്കിവിടാനും മുൻകാലങ്ങളിലൊക്കെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ സംഘർഷങ്ങളിലേക്ക്, ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ ജനങ്ങൾ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക. വിജയ് വന്നാൽ ഒരുപക്ഷെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിജയോട് ഇപ്പോൾ ചർച്ചയ്ക്ക് വരേണ്ട എന്നുള്ള ഒരു കാര്യം DK ശിവകുമാറിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ബന്ധും ഘെരാവോയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഘെരാവോ ചെയ്യുന്ന, അദ്ദേഹത്തെ തടയുന്ന ഒരവസ്ഥയ്ക്ക് വന്നാൽ അതൊരു വലിയ പ്രക്ഷോഭങ്ങളിലേക്ക്, വലിയ പ്രതിഷേധങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്ക് വഴിമാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക തന്നെയാണ് ഇപ്പോൾ കർണാടകയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് DK ശിവകുമാർ. ഈ കർണാടകയിൽ പ്രത്യേകിച്ച് KRS ഡാമിൽ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ആ ഡാമിൽ മതിയായിട്ടുള്ള വെള്ളമില്ല. 92 അടി വെള്ളം മാത്രമാണ് നിലവിൽ ഉള്ളത്. 124 അടിയാണ് അതിന്റെ സംഭരണശേഷി. അതിന്റെ ആ ഒരു സംഭരണശേഷി വെച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളം വിട്ടു നൽകാനാവുന്ന സാഹചര്യമില്ല. മഴ, ജൂലൈ പ്രതീക്ഷിച്ച മഴ പെയ്തിട്ടില്ല.
ജൂണിൽ പ്രതീക്ഷിച്ച മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ റിസർവോയറിൽ യാതൊരു വിധത്തിലുള്ള ഒരു സംഭരണ ശേഷി അല്ലെങ്കിൽ ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭരണ ശേഷിക്ക് അനുസരിച്ചുള്ള വെള്ളം ഇപ്പോഴില്ല. ഇപ്പോൾ വെള്ളം വിട്ടുകൊടുക്കാവുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റിയും റെഗുലേറ്ററി കമ്മിറ്റിയും വെള്ളം വിട്ടു നൽകണം. അപ്പുറത്തും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും തമിഴ്നാട്ടിലും വലിയ തോതിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് ഇരു സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ വെള്ളം എന്നുള്ളത് വലിയ പ്രശ്നമായി മാറുന്നു. മഴ കുറവ് ആ പ്രശ്നം കൂടുതൽ, അതിന്റെ ആഘാതം കൂടുതലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കാമെന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ആ ചർച്ചയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ശരി, കെ വി ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി ദീർഘകാലമായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം ജലവിഭവത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് വീണ്ടും വഴിമാറുന്ന സാഹചര്യമാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കർണാടകയിൽ നിന്നും ഉത്ഭവിക്കുന്ന, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരി നദീജലം അത് തമിഴ്നാടിൻ്റെ കൂടി കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടതാണ്. അതേസമയം തന്നെ കർണാടകത്തിലെയും കൃഷി ആവശ്യത്തിന് വേണ്ടതാണ്. ഈ മഴ കുറയുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലപ്പോഴായി ഉണ്ടാകുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധം എത്തുന്നു. രണ്ട് സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കും എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ചർച്ചയിൽ നിന്ന് രണ്ട് മന്ത്രിമാരും, തമിഴ്നാടിൻ്റെയും കർണാടകീയ മന്ത്രിമാർ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.